കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് എല്ലാം ഒന്നുകൂടി മുകളിലും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആർമേച്ചർ കണ്ടക്ടേഴ്സ് നിങ്ങൾ നോക്കിയാൽ ആ കണ്ടക്ടേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സും വൈൻഡിങ്സും ആണ്. ലാപ്പ് വൈൻഡിങ്, വേവ് വൈൻഡിങ് ഇതൊക്കെ മെൻഷൻ ചെയ്തല്ലോ. അത് ഈ ഒരു രീതിയിലാണ് നമുക്ക് വൈൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗമാണ് നമ്മുടെ ഇവിടുത്തെ ഇത്രയും ഭാഗമാണ് നമ്മുടെ വൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ ഒരു ഏരിയയാണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്. കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് വരുന്നത് ഈ ഭാഗമാണ്. ഓക്കെ, വെൽക്കം ബാക്ക് ടു ഐ പ്ലസ്. അപ്പോൾ നമ്മൾ DC ജനറേറ്റേഴ്സിനെ പറ്റിയാണല്ലേ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. DC ജനറേറ്റേഴ്സിൽ തന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, EMFന്റെ ജനറേഷനും ഒക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് പ്രൈമറിലി നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതിൻ്റെ കമ്പോണൻസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും അതേപോലെ തന്നെ ഓരോ കമ്പോണൻറ്റും നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താ. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യോക്ക് അല്ലെങ്കിൽ ആർമേച്ചർ കണ്ടക്ടേഴ്സിന് ഉപയോഗിക്കുന്ന, വൈൻഡിങ്സിന് ഉപയോഗിക്കുന്ന ഏത് കണ്ടക്ടറാണ്, അല്ലെങ്കിൽ ബ്രഷസ് എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ട്. ബ്രഷിന് ഉപയോഗിക്കുന്നത് എന്ത് കമ്പോണൻ്റ് ആണ്, കോപ്പർ ആണോ, അതുപോലെ ഇത് കാർബൺ ആണോ, അതുപോലെ കമ്മ്യൂട്ടേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. കമ്മ്യൂട്ടേറ്റർ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്? ഈ ജനറേറ്റർ മോട്ടറും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ഔട്ടർ ഷേപ്പ് അല്ലെങ്കിൽ ഔട്ടർ അതിൻ്റെ കവറിങ് ഉണ്ടാവുമല്ലോ. ആ കവറിങ്ങിന് നമ്മൾ പല കപ്പാസിറ്റി ഉള്ള മോട്ടോഴ്സിലും പല കപ്പാസിറ്റി ഉള്ള ജനറേറ്റേഴ്സിലും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്യുക. ചിലപ്പോൾ കാസ്റ്റ് സ്റ്റീലായിരിക്കും, ചിലപ്പം കാസ്റ്റ് അയൺ ആയിരിക്കും. സോ ഇതൊക്കെ ഏത് മോട്ടോഴ്സിനാണ്, ഏത് ജനറേറ്റേഴ്സിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ബേസിക്കലി എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ്. കൺസ്ട്രക്ഷൻ വെച്ച് വരുമ്പോൾ ജനറേറ്റേഴ്സും മോട്ടോഴ്സും ജനറൽ ആയിട്ടാണ് വരിക. അതായത് ഒന്നെങ്കിൽ DC മെഷീൻ എന്ന് പറയാം, അല്ലെങ്കിൽ മോട്ടറെന്നോ അല്ലെങ്കിൽ ജനറേറ്റർ എന്ന് ചോദിക്കാം. കാര്യം ബേസിക്കലി DC മോട്ടർ എന്ന് ചോദിച്ചാലും DC ജനറേറ്റർ എന്ന് ചോദിച്ചാലും കൺസ്ട്രക്ഷനിൽ നോക്കുമ്പോൾ ഇറ്റ് ഈസ് എക്സാക്ട്ലി ദി സെയിം മെഷീൻ. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദി കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്. ഇത് റഫ് ആയിട്ടുള്ള ഒരു ഞാൻ ഡയഗ്രാം വരച്ചിരിക്കുകയാണ് നമ്മുടെ കൺസ്ട്രക്ഷനെ പറ്റി പറയാനായിട്ട്. മോട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഒരു ഷേപ്പിലായിരിക്കും നിങ്ങളുടെ ഒരു ആക്ച്വൽ ആയിട്ടുള്ള മോട്ടർ വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ജനറേറ്റർ വന്നിട്ടുണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഈ ഷാഫ്റ്റ് വഴിയാണ് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഷാഫ്റ്റ് വഴിയാണ് നിങ്ങൾ ഒന്നെങ്കിൽ മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഔട്ട്പുട്ട് പുറത്തെടുക്കുന്നത്, ഡിപ്പെൻഡിങ് ഓൺ വെദർ ഇറ്റ് ഇസ് എ ജനറേറ്റർ ഓർ മോട്ടർ. ദെൻ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞ ഞാൻ കാര്യം പറഞ്ഞു. കമ്മ്യൂട്ടേറ്റർ എന്തായിരുന്നു? കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞു പോയാൽ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ AC ആണ് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതൊരു DC മെഷീൻ ആണെങ്കിൽ പോലും ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? AC തന്നെയാണ്. സോ ആ ACയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റെക്ടിഫൈങ് ഡിവൈസ് ആണ് നമ്മുടെ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞ്. ദെൻ അതേപോലെ തന്നെ ബ്രഷ് പറഞ്ഞു. ബ്രഷ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമുക്ക് പറയാവുന്നത് പോലെ തന്നെ ഇതിനകത്താണ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതെന്താണ്? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മെഷീന്. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന മെഷീനിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തെടുക്കണം? കറണ്ട് പുറത്തെടുക്കണം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വയർ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നാച്ചുറലി അതിനകത്ത് ചുറ്റി പോവുകയുള്ളൂ. നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? കറണ്ട് എടുക്കാനായിട്ട് പറ്റില്ല. അതിനകത്ത് എന്താണ് ഇപ്പോൾ സ്പൺ ചെയ്ത് മൊത്തം കുരുങ്ങി പോകും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ട്രെയിൻസിലൊക്കെ, നിങ്ങൾ ഇലക്ട്രിക് ട്രെയിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ട്രെയിൻസിലൊക്കെ കറണ്ട് എടുക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. പാൻഡോഗ്രാം എന്ന് പറഞ്ഞ ഡിവൈസ്. എന്താണ്? ഒരു ആം പോലെ, നമുക്കൊരു ട്രെയിൻ ഉണ്ടെങ്കിൽ ആ ട്രെയിനിൽ നമുക്ക് ഇതേപോലെ ഒരു ആം പോലെ ഉണ്ടാകും. ഈ ആം എന്ന് പറയുന്നത് പോകുന്നത് നമ്മുടെ ഈ ട്രാൻസ്മിഷൻ ലൈനിൽ ടച്ച് ചെയ്ത് പോയിട്ടായിരിക്കും കറണ്ട് എടുക്കുന്നത്. അതേപോലെ സിമിലർ ആയിട്ട് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ആർമേച്ചർ സർക്യൂട്ടിൽ നിന്ന് നമ്മുടെ സ്റ്റേഷനറി ആയിട്ടുള്ള പുറത്തെ സർക്യൂട്ടിലേക്ക് കറണ്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണെങ്കിൽ ഒരു കമ്പോണന്റ് ആണ് നമ്മൾ ബ്രഷ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എല്ലാത്തിൻ്റെ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട്സ് കിട്ടുമ്പോൾ ഒന്ന് റെഫർ ചെയ്താൽ മതി. ഇന്റർപോൾ എന്ന് പറയുന്നത് നമുക്ക് പോൾസ്, മെയിൻ ആയിട്ടുള്ള പോളുകളുടെ ഇടയിൽ നമുക്ക് നോർത്ത് പോൾ സൗത്ത് പോൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ മെയിൻ ആയിട്ടുള്ള ഫീൽഡ് വൈൻഡിങ്ങിനിടയിൽ നമുക്ക് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ട്. അതെന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഡിവൈസാണ് ഇന്റർപോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർപോളും ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ലാത്ത, ക്ലിയർ അല്ലാത്തതുകൊണ്ട് മാർക്ക് ചെയ്തിട്ടില്ലാത്ത വേറൊരു കാര്യമുണ്ട്, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്റർപോളും അതേപോലെ തന്നെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ്, ഇത് രണ്ടും നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ്. സോ അത് രണ്ടും ഉണ്ടാവും. പോൾ ഷൂസ് അതേപോലെ തന്നെ പോൾ ഷൂസ് അതേപോലെ തന്നെ വൈൻഡിങ്സ്, ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് ഫീൽഡ് വൈൻഡിങ്സ്, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടായിരിക്കും നമ്മുടെ ഫീൽഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് പറഞ്ഞു നമുക്ക് ഐദർ എന്ത് വേണം? നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ് വേണം, അല്ലെങ്കിൽ ഒരു പെർമനന്റ് മാഗ്നറ്റ് വേണം. എന്തിനാണ്? മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതേപോലെ ഒരു പോൾ, ഇത് പോളല്ല ഞാൻ പറയുകയാണ്, ഇതൊരു പോളുണ്ട്. പോളിനകത്ത് നമ്മൾ വൈൻഡിങ് ചുറ്റുന്നു. പിന്നെ അതിന്റെ ഫ്ലക്സ് ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പോൾ ഷൂ യൂസ് ചെയ്യുന്നു. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ദെൻ
കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് എല്ലാം ഒന്നുകൂടി മുകളിലും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആർമേച്ചർ കണ്ടക്ടേഴ്സ് നിങ്ങൾ നോക്കിയാൽ ആ കണ്ടക്ടേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സും വൈൻഡിങ്സും ആണ്. ലാപ്പ് വൈൻഡിങ്, വേവ് വൈൻഡിങ് ഇതൊക്കെ മെൻഷൻ ചെയ്തല്ലോ. അത് ഈ ഒരു രീതിയിലാണ് നമുക്ക് വൈൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗമാണ് നമ്മുടെ ഇവിടുത്തെ ഇത്രയും ഭാഗമാണ് നമ്മുടെ വൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ ഒരു ഏരിയ ആണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്. കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് വരുന്നത് ഈ ഭാഗമാണ്. ഓക്കെ, ദിസ് ഈസ് യുവർ കമ്മ്യൂട്ടേറ്റർ. ഇവിടെയാണ് നിങ്ങളുടെ ആർമേച്ചർ വരുന്നത്. ഇതൊരു ആക്ച്വൽ ഫിഗർ നിങ്ങൾക്ക് ഏകദേശം ഒരു റഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫിസിക്കലി ലാബിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു മെഷീൻ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ ആക്ച്വൽ കണ്ടീഷൻസിലേക്ക് പോകാം. ഇതും അതിന്റെ ഒരു ക്ലോസ് അകത്തുള്ള വ്യൂ ആണ്. ഇതിൽ നമുക്ക് നടുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ആർമേച്ചർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആർമേച്ചർ. ആർമേച്ചറിലാണ് കണ്ടക്ടേഴ്സ് വെച്ചേക്കുന്നത്. കാര്യം ഒരു സിംഗിൾ കണ്ടക്ടർ അല്ല, ഒരു വലിയ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ആർമേച്ചറിൽ നമ്മൾ സ്ലോട്ട്സ് കട്ട് ചെയ്ത് അതിനകത്ത് മൾട്ടിപ്പിൾ കണ്ടക്ടേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, EMF ജനറേറ്റ് ചെയ്യുന്നത്. ഓരോ കണ്ടക്ടേഴ്സിലും കറണ്ട് ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്യുന്ന EMFും കറണ്ടും എന്ത് ചെയ്യും, നമ്മൾ സീരീസ് ആയിട്ടും പാരലായിട്ടും ഈ കണ്ടക്ടേഴ്സിനെ ആഡ് ചെയ്ത് നമ്മൾ ഡിസൈഡ് വാല്യൂ ആയിട്ട് പുറത്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു കണ്ടക്ടർ അല്ല, കുറേ കണ്ടക്ടേഴ്സ് ഉണ്ടാവും. ഇതിന്റെ മൊത്തത്തിലുള്ള EMF ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. സോ അതെല്ലാം കൂടെ ഹൗസ് ചെയ്യുന്നൊരു ഭാഗമാണ് നമ്മുടെ ഈ ആർമേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആർമേച്ചറിനുണ്ട് ഈ ഒരു ഏരിയ വരുന്നതാണ് നമ്മുടെ ആർമേച്ചർ എന്ന് പറയുന്നത്. അതിനുള്ളിൽ വെച്ചേക്കുന്ന ഈ ഡോട്ട്സ് ആണ് നമ്മുടെ ആർമേച്ചർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെൻട്രൽ ഭാഗത്താണ് നമ്മൾ ആർമേച്ചറിന്റെ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, കമ്മ്യൂട്ടേറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ദെൻ പോൾസ് കാണിച്ചിട്ടുണ്ട്. പോൾസ് ഞാൻ പറഞ്ഞതിൽ നേരത്തെ വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗമായിരുന്നു, ഇത്രയും ഭാഗമാണ് നിങ്ങൾ പോൾസ് എന്ന് പറഞ്ഞത്. അതിന് കുറച്ചുകൂടി ഫ്ലക്സ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വരച്ചിരിക്കുന്ന ഈ ഭാഗമാണ് നിങ്ങളുടെ പോൾ ഷൂസ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് എന്തുണ്ട്, ഇവിടെ വൈൻഡിങ്സും ഉണ്ട്. സോ 3 ഭാഗങ്ങൾ ചേരുന്നതാണ് നിങ്ങളുടെ ഫീൽഡ് സിസ്റ്റം എന്ന് പറഞ്ഞത്. ഫീൽഡ് സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പോൾസ് ഉണ്ടാവും, പോൾ ഷൂസസ് ഉണ്ടാകും, അതേപോലെ തന്നെ വൈൻഡിങ്സും ഉണ്ടാവും. ഓക്കെ, ഈ 3 കൂടി കമ്പൈൻഡ് ആയിട്ട് ചെയ്തതാണ് നിങ്ങളുടെ ഫീൽഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഞാൻ ഷാഫ്റ്റ് പറഞ്ഞു, സെൻട്രൽ ഷാഫ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെക്കാനിക്കൽ ഇൻപുട്ട് വരുന്നത്. ഫീൽഡ് വൈൻഡിങ്സ് പറഞ്ഞു, കമ്മ്യൂട്ടേറ്റർ ഓൾറെഡി പറഞ്ഞാണ്. ആർമേച്ചർ കണ്ടക്ടേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്റർപോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്, ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ഇഫക്റ്റിനെ പറ്റി നമ്മൾ പഠിക്കും. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർപോൾസ് യൂസ് ചെയ്ത്. ദെൻ ഫ്രെയിം അല്ലെങ്കിൽ യോക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ഓവറോൾ ആയിട്ട് വരുന്ന ഈ സ്ട്രക്ചറിനാണെങ്കിൽ ആ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫ്രെയിം ആൻഡ് യോക്ക് എന്ന് വിളിക്കുന്നത്. അതിന് വേറെ ഫംഗ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ഇതിന് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് പറഞ്ഞു, പോൾ ഷൂസ് പറഞ്ഞു. ഓക്കെ, ഇത് റഫ് ഫിഗർ വരച്ചിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ലൊക്കേഷൻ ഏകദേശം മനസ്സിലായല്ലോ എവിടെയാണെന്നുള്ളത്. സോ വരുന്നതെന്ന് പറയുന്നത് ഒരു ലാർജ് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എൻക്ലോസർ ഉണ്ടാവും. ആ എൻക്ലോസറിൽ നമുക്ക് പ്രൊജക്റ്റിംഗ് ആയിട്ടുള്ള പോൾസ് ഉണ്ടാവും. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും. കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഓളോ സിലിണ്ടർ ഒരു ഇതിന് കൺസ്ട്രക്ഷൻ ഉണ്ടാവും. ഇതിലായിരിക്കും നമ്മൾ പോൾസ് വെക്കുക. ഇതാണ് നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് പോൾ ഷൂസ് ഉണ്ട്. പോൾ ഷൂസ് പല ഷേപ്പിൽ വരയ്ക്കാറുണ്ട്. ജസ്റ്റ് ഡ്രോയിങ് ഇറ്റ് ഒരെണ്ണം മാത്രം ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വരയ്ക്കാൻ. ഈ ഒരു ഷേപ്പിൽ പോൾ ഷൂസ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ വൈൻഡിങ്സ് ഉണ്ട്. ഈ വൈൻഡിങ്സിലേക്ക് എക്സ്റ്റേണലി എന്ത് കൊടുത്തിട്ടുണ്ട്, സപ്ലൈ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേണലി കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് വിളിക്കും. ജനറേറ്ററിനുള്ളിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ സെൽഫ് എക്സൈറ്റഡ് എന്ന് വിളിക്കും. എന്താണെങ്കിലും 3 കാര്യങ്ങൾ, പോൾസ്, പോൾ ഷൂസ്, വൈൻഡിങ്സ്. ഇതാണ് നിങ്ങളുടെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക. ഒരു ഹോളോ സിലിണ്ടർ, അതിനകത്ത് പോൾസ്, പോൾ ഷൂസ്, അതിൽ വൈൻഡിങ്. ഇതേപോലെ എത്ര പോൾസ് വേണോ, നമ്മുടെ ഡിസൈൻ അനുസരിച്ച് എത്ര വേണോ അത്രയും പോൾസ് ഉണ്ടാവും. ഇനി ആർമേച്ചർ എന്ന് പറയുന്നത് നടുക്ക് മറ്റൊരു നമ്മുടെ ഒരു സോളിഡ് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും. അതിന് ഈ ഭാഗം ഷാഫ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ സ്ലോട്ട്സ്, അകത്തേക്ക് സ്ലോട്ട്സ് കട്ട് ചെയ്തിട്ട് ഇവിടെ ആയിരിക്കും നമ്മൾ എന്ത് വെച്ച് കൊടുക്കുക, നമ്മുടെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ക്ലോസ് ചെയ്തു. ഓക്കെ, സോ ഞാൻ ഇനി ഇത് പറയുമ്പോൾ, അതായത് ഇതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് ആണ്. ഓരോന്നിന്റെ ഫംഗ്ഷനും അതിന്റെ ലൊക്കേഷനും അതിന്റെ മെറ്റീരിയൽ യൂസേജും എല്ലാം നമ്മൾ പറയും. അത് പറയുമ്പോൾ ഈ ഒരു ഫിഗർ അപ്രോക്സിമേറ്റ് ആയിട്ട് മനസ്സിലുണ്ടായിരിക്കണം, നമുക്ക് അതിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അത് നമുക്ക് മനസ്സിലാക്കാം, ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, വിൽ സ്റ്റാർട്ട് വിത്ത് ദി മാഗ്നറ്റിക് ഫ്രെയിം അല്ലെങ്കിൽ യോക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഞാൻ കാണിച്ച മാഗ്നറ്റിക് ഫ്രെയിം അല്ലെങ്കിൽ യോക്കിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ആയിട്ട് വരുന്ന യോക്ക് ഇതെന്ന് പറഞ്ഞാൽ ബേസിക് നമ്മൾ ഏറ്റവും വെളിയിൽ പുറത്ത് കാണുന്ന
ആ ഒരു കവറില്ലേ, ആ ഒരു കവറാണ് നമ്മൾ മാഗ്നറ്റിക് യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, യോക്ക് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്രെയിം എന്ന് വിളിക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് മാത്രമല്ല, ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യുകയും കൂടി ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്രെയിം എന്നും കൂടെ വിളിക്കുന്നത് യോക്ക്. ഓക്കെ, അതിന് ബേസിക് ആയിട്ട് കമ്പോണൻസ് വേറെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ളതെല്ലാം അതിന്റെ ഉള്ളിലാണ്. ജസ്റ്റ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഫീറ്റ് ഉണ്ടാവും, ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീറ്റ്സ് ഉണ്ട്, ഇതൊരു ഫ്രെയിം ഉണ്ട്, അതേപോലെ തന്നെ ലിഫ്റ്റ് ആയി ജസ്റ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ലിഫ്റ്റ് ആയി ഉണ്ട്, ടെർമിനൽ ബോക്സ് ഉണ്ട്. ഇത് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല. അതിന്റെ ഷേപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ നിങ്ങളത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതായിരിക്കും നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്തായിരിക്കും നമ്മൾ ഇനി വൈൻഡിങ്സ്, അതായത് ഫീൽഡ് വൈൻഡിങ്സ് വെക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് മാഗ്നറ്റിക് ഫ്രെയിമിനെ പറ്റി പോവാം. അതിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് ആസ് ദി ഔട്ടർ സ്ട്രക്ചറൽ ഫ്രെയിം അല്ലെങ്കിൽ ഇറ്റ് ആക്ട്സ് ആസ് എ പ്രൊട്ടക്റ്റീവ് കവർ. ഔട്ടർ വരുന്ന സ്ട്രക്ചറൽ ഫ്രെയിം അല്ലെങ്കിൽ അതിന്റെ പ്രൊട്ടക്റ്റീവ് കവർ ആണ് ഏതിന്റെ, നമ്മുടെ DC മെഷീനകത്തുള്ള ഇന്റേണൽ ആയിട്ടുള്ള പാർട്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഫ്രെയിമോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ കൊടുത്തേക്കുന്നതാണ് നമ്മുടെ യോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ, നമ്മുടെ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിലും അതിലെ ഫംഗ്ഷൻ നമുക്ക് പറയാൻ പറ്റുന്ന പറയുന്നത് ഇത് മെക്കാനിക്കൽ ആയിട്ടുള്ള ഫംഗ്ഷനും ഉണ്ടാവും, മാഗ്നറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടാവും. മെക്കാനിക്കൽ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ ഫീൽഡ് വൈൻഡിങ്സ് അല്ലെങ്കിൽ ഫീൽഡ് പോൾസ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ആ സിലിണ്ടറിൽ ഉള്ളിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റത്തിൽ 3 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പോൾ, നമുക്ക് ഇതേപോലെ ഒരു പോൾ ഉണ്ടാവും, ഈ പോളിനകത്ത് ഇങ്ങനെ ഒരു വൈൻഡിങ് ഉണ്ടാവും. ഈ വൈൻഡിങ്സ് നമുക്ക് ഈസി ആയിട്ട് എന്താണ്, നമുക്ക് യൂണിഫോം ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ചെയ്യാനായിട്ട് ഒരു മാഗ്നറ്റിക് പോൾ ഉണ്ട്. സോ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും നമ്മുടെ ഫീൽഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതേപോലെ 3, 4, 6, 8, 3 അല്ല, ഈവൻ നമ്പർ ആയിരിക്കും 2, 4, 6, 8. കാര്യം നമ്മൾ നാച്ചുറലി നമ്മുടെ മാഗ്നറ്റിക് പോൾസ് ഡൈപോൾസ് എന്നല്ലേ പറയാം, നോർത്ത് സൗത്ത് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. നോർത്ത് മാത്രമായിട്ടോ സൗത്ത് മാത്രമായിട്ടോ നമുക്കില്ല. അപ്പോൾ 2, 4, 6, 8 എന്നുള്ള തമ്മിൽ ഈവൻ നമ്പർ ആയിരിക്കും നമുക്ക് പോൾസ് ഉണ്ടാകുക. ഈ പോൾസ് നമ്മുടെ ഈ വരുന്ന സ്ട്രക്ചറിലേക്ക് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ബോൾട്ട് ചെയ്ത് സ്ക്രൂ ചെയ്തിട്ടായിരിക്കും വെച്ചേക്കുക. സോ മെക്കാനിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതാണ്. എന്ത് ചെയ്യുക, നമ്മുടെ പോൾസിന് ഒന്നുകിൽ ബോൾട്ട് ചെയ്തോ വെൽഡ് ചെയ്തോ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള മെക്കാനിക്കൽ സപ്പോർട്ട് എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് ആൻഡ് പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഈ പോൾസ് ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, ആ മാഗ്നറ്റിക് ഫീൽഡിന് റിലക്റ്റൻസ് കുറഞ്ഞ് റിട്ടേൺ പാത്ത്. റിലക്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക് എന്താണോ റെസിസ്റ്റൻസ്, അതേപോലെയാണ് മാഗ്നറ്റിസത്തിന് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. മാഗ്നറ്റൈസ് ചെയ്യാനുള്ള വിമുഖതയാണ് എന്തെന്ന് പറയുന്നത് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. ലോ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് മാഗ്നറ്റൈസ് ആകുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു റിട്ടേൺ പാത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത് യോക്കിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ യോക്കിന് 2 ഫംഗ്ഷൻസ് പറഞ്ഞു, മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. മെക്കാനിക്കൽ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പോൾ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് സിസ്റ്റത്തിന്റെ ഭാഗമായ പോൾസ്, പോൾ ഷൂസ് ആൻഡ് വൈൻഡിങ്സ്, ഇതിന്റെ സെറ്റിനെ നമ്മൾ സ്ക്രൂ ചെയ്ത് ബോൾട്ട് ചെയ്ത് മെക്കാനിക്കലി ഹോൾഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും, യോക്ക് എന്ന് പറഞ്ഞ സിസ്റ്റത്തിലായിരിക്കും. സോ അതാണ് ഇതിന്റെ മെക്കാനിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ അതിന്റെ മാഗ്നറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന ഫ്ലക്സ്, ആ ഫ്ലക്സിനെ ക്യാരി ചെയ്യുക, അതിന് റിലക്റ്റൻസ് കുറഞ്ഞ ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനും കൂടി ഏതിനുണ്ട്, നമ്മുടെ യോക്കിനുണ്ട്. സോ യോക്കിനുള്ള 2 ഫംഗ്ഷൻസ്, വൺ ഇസ് മെക്കാനിക്കൽ ആൻഡ് ദി അതർ ഇസ് ദി മാഗ്നറ്റിക് ഫംഗ്ഷൻ. ഇനി നമുക്ക് വേണ്ടി വരുന്ന മറ്റു മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് 2 മെറ്റീരിയൽസ് ജനറലി യൂസ് ചെയ്യാറുണ്ട്. വൺ ഇസ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ചെറിയ മെഷീൻസിന്, പവർ കുറഞ്ഞ മെഷീൻസിന് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന കാസ്റ്റ് അയണും, കുറച്ചും കൂടി ലാർജർ പവറുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ മെഷീൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ ആയിരിക്കും. അപ്പം അയൺ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ സ്മോൾ മെഷീൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കാസ്റ്റ് അയൺ ആണ്. അതേപോലെ തന്നെ ലാർജ് മെഷീൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീലാണ്. വേറെ റീസൺ ഒന്നുമില്ല. എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യോക്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞു. സോ അയൺ ആണെങ്കിലും സ്റ്റീൽ ആണെങ്കിലും ഈക്വൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെക്കാനിക്കൽ സ്ട്രെങ്തിന് കാര്യമായ പ്രോബ്ലം ഇല്ല. നമുക്ക് രണ്ടും നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ സ്ട്രെങ്ത് തരും. പക്ഷേ നമുക്ക് വ്യത്യാസം വരുന്നത് ഈ മാഗ്നറ്റിക് ലോഡിങ്ങിലാണ്. അതായത് കാസ്റ്റ് അയണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീലിന് റിലക്റ്റൻസ് കുറവാണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ ചെറിയ മെഷീനിലാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും,
കാസ്റ്റ് അയൺ യൂസ് ചെയ്യും. അത് വേറെ ഒന്നും കൊണ്ടല്ല, കാസ്റ്റ് അയൺ ഈസ് ഓൾസോ ഓക്കെ, കാസ്റ്റ് അയൺ നല്ലതാണ്. പക്ഷെ കാസ്റ്റ് അയൺ ആണ് ബെറ്റർ എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റ് സ്റ്റീലാണ്. സോ കാസ്റ്റ് അയൺ നമ്മൾ ചെറുതിൽ യൂസ് ചെയ്യും. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ജനറലി ചീപ്പർ. വില കുറവാണ് കമ്പയർഡ് ടു സ്റ്റീൽ. ഇരുമ്പിന് സ്റ്റീലിനേക്കാളും വില കുറവാണ്. ഈവൻ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ആവശ്യങ്ങൾ എടുത്താൽ നിങ്ങൾക്കറിയാം, അയണിന് ജനറലി സ്റ്റീലിനേക്കാൾ എന്താണ് പ്രൈസ് കുറവാണ്, സ്റ്റീലിന് നോർമലി പ്രൈസ് കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ചെറിയ മെഷീൻസിൽ ഈവൻ ദോ അയണിന് സ്റ്റീലിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് റിലക്റ്റൻസ് എന്നുണ്ടെങ്കിലും കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കാസ്റ്റ് അയൺ തന്നെ യൂസ് ചെയ്യും. കാര്യം ചെറിയ മെഷീൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് മാഗ്നറ്റിക് ഫ്ലക്സേ ഉണ്ടാവുള്ളൂ. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ക്യാരി ചെയ്യത്തക്കോണം കേപ്പബിലിറ്റി ഏതിനുണ്ട്? കാസ്റ്റ് അയണിനുണ്ട്. ഇനി ലാർജ് മെഷീൻസിലാണെങ്കിൽ അതിന്റെ ആ ഒരു പെർമിയബിലിറ്റി, റിലക്റ്റൻസ് കുറച്ച് പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈ പെർമിയബിൾ ആയിട്ടുള്ള ലോ റിലക്റ്റൻസ് ഉള്ള കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ക്യാൻ ക്യാരി മോർ ഫ്ലക്സ് പെർ സ്ക്വയർ ഇഞ്ച്. അതായത് പെർ യൂണിറ്റ് ഏരിയ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിന്റെ കൂടുതൽ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കാസ്റ്റ് അയണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീലിന് വെയിറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. സോ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മെഷീന്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാതെ തന്നെ നമുക്ക് കൂടുതൽ ഫ്ലക്സ് ക്യാരി ചെയ്യാനും കൂടുതൽ പവർ മെഷീനുള്ള ബിൽഡ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. സോ മെറ്റീരിയൽ ചോയ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് രണ്ട് മെറ്റീരിയൽസ് ആണുള്ളത്. വൺ ഇസ് കാസ്റ്റ് അയൺ ആൻഡ് ദി അതർ ഇസ് കാസ്റ്റ് സ്റ്റീൽ. കാസ്റ്റ് അയൺ നമ്മൾ ചൂസ് ചെയ്യുന്നത് ചെറിയ മെഷീൻസിനാണ്. അതിന്റെ പ്രൈമറി റീസൺ എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്. ഇനി ലാർജ് മെഷീൻസിൽ നമ്മൾ എന്തുകൊണ്ട് സ്റ്റീൽ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റീലിൽ എന്താണ് കുറച്ചും കൂടി ഹൈ ആയിട്ടുള്ള പെർമിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ അതിന് കൂടുതൽ എന്ത് ക്യാരി ചെയ്യാനായിട്ട് പറ്റും? ഫ്ലക്സ് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അതിന് എന്തും കമ്പയർഡ് ടു ആ കാസ്റ്റ് അയൺ എന്തുവാണ്? വെയിറ്റ് എന്ന് പറയുന്നത് കുറവാണ്. സോ കുറഞ്ഞ വെയിറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ലാർജർ ആയിട്ടുള്ള മെഷീൻസ് എന്ന് പറയുന്നത് നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ലാമിനേഷൻസിന്റെ റിക്വയർമെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോക്കിന് ജനറലി ലാമിനേഷൻ ചെയ്യാറില്ല. അത് നമ്മൾ പഠിക്കും. ലാമിനേഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ എഡി കറന്റ് ലോസസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാമിനേഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആ എഡി കറന്റ് ലോസസിന്റെ ആവശ്യം നമുക്ക് വരാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് ലോസസ് നമുക്ക് വരാത്ത അങ്ങനത്തെ ലോസസ് ഒന്നും, ഹിസ്റ്ററിസ് അല്ല, എഡി കറന്റ് ലോസ് നമുക്ക് വരാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തല്ല കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്ലക്സ് ആണ് എന്ത് ക്യാരി ചെയ്യുന്നത്? യോക്ക്. കാര്യം എന്താ? നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന എന്ത് പവറാണ്? DC പവറാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊടുക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എന്തിനാണ് DC പവർ കൊടുക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ് ആക്കി അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ. സോ DC ആയതുകൊണ്ട് തന്നെ എന്താണ്? ഡയറക്റ്റ് കറന്റ് ആണ്. ഡയറക്റ്റ് കറന്റ് ആകുമ്പോൾ തന്നെ എന്താണ്? വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ചേഞ്ച് ഇൻ വാല്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല? നമ്മുടെ എഡി കറണ്ട് എന്ന് പറയുന്നതൊന്നും അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ലാമിനേഷൻ ചെയ്യേണ്ട ആവശ്യം നമുക്ക് അവിടെ ഉണ്ടാകുന്നില്ല. ഓക്കെ, ആർമേച്ചറിൽ അങ്ങനല്ല. ആർമേച്ചറിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആർമേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ടേഴ്സിനെയാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ പറഞ്ഞാൽ ആർമേച്ചറിൽ എന്താ ഉണ്ടാകുന്നത്? നമ്മൾ പറഞ്ഞു AC ആണ് ഉണ്ടാകുന്നത്. ആ ACയെ DC ആയിട്ട് മാറ്റിയാണ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത് പറഞ്ഞു. അപ്പൊ അവിടെ AC ആയതുകൊണ്ട് ആർമേച്ചറിൽ AC ആണ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് എന്തിന്റെ ആവശ്യമുണ്ട്? അവിടെ ലാമിനേഷന്റെ ആവശ്യമുണ്ട്. കാര്യം അവിടെ എഡി കറൻസ് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് കറൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ലാമിനേറ്റ് ചെയ്യണം നമ്മുടെ ആർമേച്ചറിനെ. പക്ഷേ നമ്മുടെ ഫീൽഡ് സിസ്റ്റം ക്യാരി ചെയ്യുന്നത് DC കറണ്ട് ആയതുകൊണ്ട് തന്നെ ഫീൽഡ് സിസ്റ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന യോക്ക് എന്തും ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫ്ലക്സിനെയും ക്യാരി ചെയ്യുന്നുണ്ട്. പക്ഷെ യോക്ക് ക്യാരി ചെയ്യുന്ന ഫ്ലക്സ് എന്ത് ഫ്ലക്സ് ആണ്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലക്സ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തിന്റെ പ്രസൻസ് ഇല്ല? എഡി കറന്റ് ലോസിന്റെ പ്രസൻസ് ഇല്ല. എഡി കറന്റ് ലോസിന്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ലാമിനേഷന്റെ ആവശ്യമില്ല. അപ്പൊ ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ലാമിനേഷൻ എന്തിനാ ഉപയോഗിക്കുന്നത്? ലാമിനേഷൻ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് എഡി കറന്റ് ലോസ് ഉള്ളപ്പോൾ എഡി കറന്റ് ലോസിനെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാമിനേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് എഡി കറന്റ് ലോസ് ഉണ്ടാകുന്നത്? വെൻ നമുക്ക് വേരിയിങ് ആയിട്ടുള്ള ഫ്ലക്സ് ഉള്ള സമയത്താണ് നമുക്ക് എന്തുണ്ടാകുന്നത്? എഡി കറണ്ട് ഉണ്ടാകുന്നത്. ഇനി എഡി കറണ്ട് വന്നാൽ അത് എങ്ങനെ ചെയ്യും? മാറ്റാന്ന് പറഞ്ഞു, നമുക്ക് ലാമിനേഷൻ ചെയ്യാന്ന് പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ആർമേച്ചറിൽ എഡി കറണ്ട് വന്നത്? നമ്മുടെ ആർമേച്ചറിൽ എന്തുകൊണ്ട് എഡി കറണ്ട് വന്നു? ഇത് DC മോട്ടർ ആയിട്ട് പോലും. കാര്യം DC മോട്ടർ ആയതുകൊണ്ടാണല്ലോ നമ്മുടെ
യോക്കിൽ നമുക്ക് ഇതില്ല എന്ന് പറഞ്ഞത്, ഏത് നമ്മുടെ എഡി കറണ്ട് ഇല്ല എന്ന് പറഞ്ഞ കാര്യം ഡയറക്റ്റ് കറണ്ട് ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ഫ്ലക്സ് ആണെന്നുള്ളതുകൊണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ആർമേച്ചറിൽ വന്നത്? അത് റിപ്പീറ്റ് ചെയ്താൽ ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്? AC ആണ്. ആർമേച്ചറിൽ AC ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആർമേച്ചറിൽ എന്ത് വരാൻ സാധ്യതയുണ്ട്? അവിടെ നമുക്ക് എഡി കറണ്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ഉപയോഗിക്കണം? ലാമിനേഷൻ ഉപയോഗിക്കണം. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യം ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ പോയിന്റ്സ് എല്ലാം നിങ്ങൾ എഴുതി എടുത്തോളുക. ഓക്കെ, സോ നമുക്ക് എന്ത് കഴിഞ്ഞു? നമ്മുടെ ഔട്ടർ സ്ട്രക്ചർ കഴിഞ്ഞു. ഇനി ഔട്ടർ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ഇനി അടുത്ത എന്താ പറഞ്ഞാൽ, ഔട്ടർ സ്ട്രക്ചറിലേക്ക് ബോൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്താ? ഫീൽഡ് സിസ്റ്റം. ഫീൽഡ് സിസ്റ്റത്തിന് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്? പോൾസ് ഉണ്ട്, പോൾ ഷൂസ് ഉണ്ട്, അതേപോലെ തന്നെ മാഗ്നറ്റിക് വൈൻഡിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ്സ് ഉണ്ട്. ആ വൈൻഡിങ്സിന്റെ കമ്പോണൻസ് ആണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ പോൾ ഷൂസിന്റെ ഒരു സ്ട്രക്ചർ ഇതേപോലെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാം അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് ഷേപ്പ് എന്നുള്ളത്. ഓക്കെ, പോൾസ് ഇതിൽ ഇത്രയും ഭാഗമാണ് നമ്മൾ പോൾസ് എന്ന് വിളിക്കുന്നത്. ഇത്രയും ഭാഗമാണ് നമ്മുടെ പോൾ എന്ന് പറയുന്നത്. ഈ താഴെ നിങ്ങൾ കാണുന്ന ഈ വെഡ്ജ് ഷേപ്പിൽ വരുന്ന ഈ കമ്പോണന്റ് ആണ് നമ്മൾ എന്തായിട്ട് വിളിച്ചിരിക്കുന്നത്? പോൾ ഷൂസ്. ഈ പോൾ ഷൂസിനകത്താണ് നമ്മൾ വൈൻഡിങ്സ് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ഡയഗ്രം വരച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ ഒരു ഫിഗർ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ അപ്രോക്സിമേറ്റ് ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക, ഇതിന്റെ മെറ്റീരിയൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒറ്റ സിംഗിൾ പീസ് ആയിട്ടായിരിക്കില്ല പലപ്പോഴും മാനുഫാക്ചർ ചെയ്യുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പറയുന്നത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇതിപ്പോൾ ഒരു പീസാണ്, ഇതിന്റെ പുറകിൽ അടുത്ത പീസ് ഉണ്ട്, അങ്ങനെ n നമ്പർ ഓഫ് പീസസ് നമ്മൾ ഒരുമിച്ച് പ്രസ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ജനറലി നമ്മൾ ഈ പോൾ ഷൂസ് എന്ന് പറയുന്നത്, പോൾസും പോൾ ഷൂസും എന്ന് പറയുന്നത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ഞാൻ ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി കാണിച്ചതാണ്. നമുക്ക് ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഫംഗ്ഷനിലേക്കും മെറ്റീരിയലിലേക്കും പോകാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പോൾ ഷൂസ് ആൻഡ് പോൾ കോർ? ഞാൻ പറഞ്ഞ പോലെ പോൾ ഷൂസ് പോൾ കോറിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു, ഏകദേശം ഈ ഷേപ്പാന്ന് പറഞ്ഞു. ഇതിൽ ഫസ്റ്റ് പാർട്ട്, ഈ ഇനിഷ്യൽ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോൾ ഷൂ അല്ലെങ്കിൽ പോൾ കോർ എന്ന് പറയുന്നത്. പോൾ കോർ താഴെയുള്ള ഭാഗമാണ് പോൾ ഷൂ. രണ്ടിനും സെപ്പറേറ്റ് ഫങ്ഷൻസ് ആണ്. അത് ഓരോന്നും എന്താന്ന് നോക്കാം. സോ ഫസ്റ്റ് യു വിൽ കൺസിഡർ പോൾ കോർ. പോൾ കോറിന്റെ ഫങ്ഷൻ എന്താണ്? സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് ദ പ്രൈമറി ഫങ്ഷൻ ഈസ് ഹോൾഡ് ദ ഫീൽഡ് വൈൻഡിങ്സ്. അതായത് ഈ ഫീൽഡ് വൈൻഡിങ്സ് എവിടെയെങ്കിലും നമുക്ക് ചുറ്റി വെക്കണമല്ലോ, അല്ലേ? നമുക്ക് അവിടെ ഇരിക്കണ്ടേ? അവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യണം. ആ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൈമറിലി ആദ്യം എന്ത് യൂസ് ചെയ്യുന്ന, നമ്മുടെ ഫീൽഡ് വൈൻഡിങ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ എന്താണ്? ഇറ്റ് ക്യാരീസ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദം. എന്നതിന് ശേഷം എന്ത് ചെയ്യാം? ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് എന്താണോ ആ പ്രൊഡ്യൂസിനെ ക്യാരി ചെയ്ത് എന്ത് കൊടുക്കുക? നമ്മുടെ താഴെയുള്ള എയർ ഗ്യാപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ പാസ് ചെയ്യണമല്ലോ. അപ്പൊ ആ രണ്ട് ഫങ്ഷൻസ് ആണ്. ഒന്ന് നമ്മുടെ ഫീൽഡ് വൈൻഡിങ്സിനെ ഹോൾഡ് ചെയ്യുക, രണ്ട് ഫീൽഡ് വൈൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണോ അത്രയും ഫ്ലക്സ് എന്ത് ചെയ്യുക? ക്യാരി ചെയ്യുക. ഇനി ഈ ഫീൽഡ് ഫ്ലക്സിന്റെ മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഐദർ കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ. അപ്പം മെറ്റീരിയൽ എന്താണ്? സ്റ്റീലാണ്. സ്റ്റീലിന്റെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഐദർ കാസ്റ്റ് സ്റ്റീൽ ആയിരിക്കാം അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ ആയിരിക്കാം. ഓക്കെ, ഇനി വലിയ മെഷീൻസിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞാല് ഒരു സിംഗിൾ പീസ് ആയിരിക്കില്ല. നമുക്കൊരു n നമ്പേഴ്സ് 8, 10, 20, 30, 40, 100 പീസസ്, ചെറിയ പീസസ് എടുത്തിട്ട് അതിനെ ഒരുമിച്ച് സ്റ്റാമ്പ് ചെയ്ത് സ്ക്രൂ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ പോൾ കോർ എന്ന് പറയുന്നത് നമ്മൾ ബിൽഡ് ചെയ്യുക. ഞാൻ ആ മുമ്പിലത്തെ ഫിഗറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ്ടോ, ഇത് സ്ക്രൂസ് ആണ്, നമ്മൾ ഹോൾസ് ആണ്. ഇവിടെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇവിടെ ഹോൾസ് കാണാൻ പറ്റും. ഇത് ബേസിക്കലി ഇത്രയും പോളുകൾ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ബോൾട്ട് ചെയ്യോ സ്ക്രൂ ചെയ്യോ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ പോളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് നത്തിങ് ബട്ട് ടു carry the field windings and also carry the flux produced by the field windings. ഫീൽഡ് വൈൻഡിങ്സിനെ ക്യാരി ചെയ്യുക, ഹോൾഡ് ചെയ്യുക, അതേപോലെ തന്നെ ഫീൽഡ് വൈൻഡിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിനെ ഹോൾഡ് ചെയ്യുക. അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കാസ്റ്റ് സ്റ്റീലാണ് അല്ലെങ്കിൽ റോൾഡ് സ്റ്റീലാണ്. പിന്നെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള മെഷീൻസിലാണെങ്കിൽ ഒരു സിമ്പിൾ ഷേപ്പ് നമ്മൾ അതേപോലെ തന്നെ ഫോർജ് ചെയ്തെടുക്കാതെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പീസസ് ആയിട്ടുള്ള ലാമിനേറ്റഡ് പീസസ് ആയിട്ട് എടുത്ത് ഇതിനെ എന്ത് ചെയ്യും? നമ്മൾ ഒരുമിച്ച് സ്റ്റാക്ക് ചെയ്ത് അടുക്കിയിട്ടാണ് എന്ത് ചെയ്യുക? നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഷേപ്പും തിക്നെസ്സും എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഫാസ്റ്റൻ ടു ദി ഇന്നർ പെരിഫറി ഓഫ് ദി യോക്ക് യൂസിങ് സ്ക്രൂസ് ഓർ ബോൾട്ട്സ്. ഓക്കെ, സോ മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്ന പോർട്ട് എന്ന് പറയുന്നത് പോൾ ഷൂ എന്താന്ന് പറഞ്ഞു. പോൾ ഷൂ എന്ന് പറയുന്നത് താഴെ നിങ്ങൾ കണ്ടതുപോലെ ഈ പോൾസ് അല്ലെങ്കിൽ പോൾ കോറിന്റെ താഴെ
ഈ ഒരു ഷേപ്പിൽ ഒരു ഡിവൈസ് കണ്ടു അല്ലെ, ഒരു ഭാഗം കണ്ടു അല്ലെ, കുറച്ച് വൈഡർ ആയിട്ടിരിക്കുന്ന ഒരു പോർഷൻ, വൈഡർ ആയിട്ടുള്ള ഒരു ബോട്ടം പോർഷൻ. ആ പോർഷനാണ് നമ്മൾ ജനറലി എന്തായിട്ട് വിളിക്കുന്നത്, നമ്മുടെ പോൾ ഷൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ പോൾസ് ഉണ്ട്, പോൾസിന്റെ താഴെ നമുക്ക് എന്തുണ്ട്, പോൾ ഷൂസ് ഉണ്ട്. ഈ പോൾ ഷൂവിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു സ്പ്രെഡ് ഔട്ട് ദി മാഗ്നറ്റിക് ഫ്ലക്സ് യൂണിഫോംലി. ഞാൻ പറഞ്ഞതുപോലെ എന്താ, ഇതാണ് നമ്മുടെ DC ജനറേറ്റർ. ഈ ജനറേറ്ററിൽ ഇവിടെയാണ് നമ്മുടെ ഫ്ലക്സ് ഇരിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ പോൾസ് ഇരിക്കുന്നത്. ഇവിടെയാണ് വൈൻഡിങ്സ് എല്ലാം കൂടെ പോൾസ്, ഇതേപോലെ n നമ്പർ ഓഫ് പോൾസ് കാണും. ഇവിടെയാണ് എന്തുള്ളത്, നമ്മുടെ ആർമേച്ചർ ഉണ്ടാകും. ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പോൾസ് അല്ലെങ്കിൽ ഫീൽഡ് സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, ഈ ആർമേച്ചർ കണ്ടക്ടേഴ്സ് കട്ട് ചെയ്യുന്നത്. സോ ഇമാജിൻ ചെയ്യാം, ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ ഈ ഒരു കണ്ടക്ടറിന് ഈ പോകുന്ന ഭാഗത്തെല്ലാം യൂണിഫോം ആയിട്ട് ഫ്ലക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പോൾസ്, ഷൂസ്. പോൾസ് ജനറലി ഇങ്ങനെ ആയിരിക്കും, ഇതിനേക്കാളും കുറച്ചും കൂടി ഷേപ്പ് എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോൾ ഷൂ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ ചെയ്തതിന്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ആ ഹോൾ ആയിട്ടുള്ള എയർ ഗ്യാപ്പ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഹോൾ സിലിണ്ടറിക്കൽ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒന്ന് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഒരിടത്ത് കൂടുതലും ഒരിടത്ത് കുറവും വരാതിരിക്കുക. കാര്യം എന്താണ്, നമ്മൾ പറഞ്ഞു E=B × L × V × sin θ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് EMF പ്രൊഡ്യൂസസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് അല്ലെ. അപ്പൊ ഫ്ലക്സിന്റെ വാല്യൂ കൂടിയും കുറഞ്ഞും നോൺ യൂണിഫോം ആയിട്ട് കൂടിയും കുറഞ്ഞും മാറിയും തിരിഞ്ഞും ഇരുന്നാൽ എന്ത് സംഭവിക്കും, ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിനും അതേപോലെ തന്നെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. സോ നമുക്ക് യൂണിഫോം ആയിട്ടുള്ള വോൾട്ടേജ് ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് എൻഷുർ ചെയ്യണം, യൂണിഫോം ആയിട്ടുള്ള ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എൻഷുർ ചെയ്യണം. അങ്ങനെ യൂണിഫോം ആയിട്ടുള്ള ഫ്ലക്സ് ഡെൻസിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഡിവൈസ് യൂസ് ചെയ്യുന്നത്, പോൾ ഷൂ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അതിന് രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന്, മാഗ്നറ്റിക് ഫ്ലക്സിനെ എന്ത് ചെയ്യാം, അത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. രണ്ടാമത്, നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ പോൾ ഷൂവിൽ ചുറ്റിയിരിക്കുന്ന വൈൻഡിങ്ങിനെ ഒന്ന് ഹോൾഡ് ചെയ്യുക, താഴെ എന്നുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ ഒരു മെക്കാനിക്കൽ ഫംഗ്ഷൻ കൂടെ നമുക്ക് പറയാം. സോ എന്താണ്, ഇറ്റ് സ്പ്രെഡ്സ് ഔട്ട് ദി മാഗ്നറ്റിക് ഫ്ലക്സ് യൂണിഫോംലി, അത് നമ്മൾ പറഞ്ഞു. ആൻഡ് ദെൻ ബിക്കോസ് ഇറ്റ് ഇസ് വൈഡർ ദാൻ ദ കോർ, ഇറ്റ് റെഡ്യൂസസ് ദി മാഗ്നറ്റിക് റിലക്റ്റൻസ് ഓഫ് ദി എയർ ഗ്യാപ്പ്. ആ എയർ ഗ്യാപ്പിന്റെ റിലക്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കൊന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. കാര്യം എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീലാണ്. സ്റ്റീലിനേക്കാളും എന്തായാലും റിലക്റ്റൻസ് കൂടിയ മെറ്റീരിയലാണ് എയർ എന്ന് പറയുന്നത്. സോ ആ സ്റ്റീല് തന്നെ കുറച്ചും കൂടെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് നമുക്ക് വെക്കാമെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ എയറിന് പകരം അവിടെ എന്താണ് ഇരിക്കുന്നത്, അവിടെ സ്റ്റീലാണ് ഇരിക്കുന്നത്. അപ്പൊ നാച്ചുറലി ആ പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറച്ച് റിലക്റ്റൻസ് കുറഞ്ഞതായിരിക്കും. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷനെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഇസ് ദി പ്രൈമറി ഫംഗ്ഷൻ. ഇനി സെക്കൻഡറി എന്ത് ഫംഗ്ഷൻ ആണ്, മെക്കാനിക്കൽ ഫംഗ്ഷൻ ഉണ്ട്. അത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. എന്താണ്, ഇറ്റ് ആക്ട്സ് ആസ് എ ഫിസിക്കൽ സപ്പോർട്ട് ടു പ്രിവെന്റ് ദ ഫീൽഡ് ഫ്രം സ്ലിപ്പിംഗ് ഓഫ് ദ കോൾഡ് കോർ ഡ്യൂ ടു വൈബ്രേഷൻ. കാര്യം ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന മെഷീനാണ്, ആർമേച്ചർ റൊട്ടേറ്റിംഗ് ആണ്, ഇത് ഒരിടത്ത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സോ റൊട്ടേഷൻ വരുമ്പോൾ നാച്ചുറലി എന്ത് വരാം, വൈബ്രേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോളിനകത്ത് ഞാൻ ചുറ്റിയിരിക്കുന്ന വൈൻഡിങ് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സാധ്യത ഉണ്ടെന്നേ ഉള്ളൂ, ഇളകി എന്ത് വരാം, താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് പ്രിവെന്റ് ചെയ്യാനായിട്ടും കൂടെ എന്ത് യൂസ് ചെയ്യും, ഇത് ഹെൽപ്പ് ചെയ്യും. കാര്യം ഇത് എന്ത് ചെയ്യും, ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കും. സോ ആ രീതിയിൽ വേണമെങ്കിൽ ഒരു മെക്കാനിക്കൽ ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളതും കൂടി നമുക്ക് പറയാം. ഓക്കെ, സോ രണ്ട് ഫംഗ്ഷൻ പറഞ്ഞു. എന്താണ്, പോൾസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, പോൾ ഷൂസിനെ പറ്റിയാണ് പറയുന്നത്. പോൾ ഷൂസിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ എയർ ഗ്യാപ്പിന്റെ റിലക്റ്റൻസ് കുറയ്ക്കുകയും നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിനെ കുറച്ചും കൂടി യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മെക്കാനിക്കലി നമ്മൾ ഈ പോൾസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വൈൻഡിങ്സിനെ അവിടെ നിന്നും ഡിസ്മാൻഡിലായി പോകാതിരിക്കാൻ ഒരു മെക്കാനിക്കൽ സപ്പോർട്ട്, വൈബ്രേഷൻ വരുമ്പോൾ അത് ലൂസായി അവിടെ നിന്ന് ഡിറ്റാച്ച് ആകാതിരിക്കാൻ ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കാനും കൂടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ പോൾ ഷൂസ് എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത്, ഏരിയ, പോൾ ഷൂവിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ജനറലി ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദി ഏരിയ ഓഫ് ദ പോൾ കോർ. പോൾ കോറിനേക്കാളും ലാർജർ ഏരിയ ഉള്ള ഡിവൈസ് ആണ് നമ്മുടെ ഈ പോൾ ഷൂസ് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പോൾ ഷൂ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പോൾ ഷൂ ലാമിനേഷൻ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ഏതാണ്, യോക്കിന് ലാമിനേഷൻ ഇല്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ പാർട്സിനാണ് ലാമിനേഷൻ ഉള്ളത്, ഏതൊക്കെ പാർട്സിനാണ് ലാമിനേഷൻ ഇല്ലാത്തത്, ഓരോ കമ്പോണന്റും എന്ത് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്ത് വെച്ചാണ് പോൾ ഷൂ ഉണ്ടാക്കിയിരിക്കുന്നത്. പോൾ ഷൂ ഉണ്ടാക്കിയിരിക്കുന്നത് ലാമിനേറ്റഡ് സ്റ്റീൽ വെച്ചിട്ടാണ്. ഇനി എന്തുകൊണ്ടാണ് പോൾ ഷൂ നമ്മൾ യൂസ് ചെയ്യുന്നത്, പോൾ ഷൂ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ടു റെഡ്യൂസ് ദി
എഡി കറന്റ് ലോസ് എന്ന് പറയുന്നത്. എഡി കറന്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പോൾ ഷൂസ് എന്ന് പറയുന്നത് നമ്മൾ ജനറലി ലാമിനേറ്റ് ചെയ്യുന്ന കാര്യം. പോൾ ഷൂസ് എവിടെയായിരിക്കുന്നത്, നമ്മുടെ ഈ ആർമേച്ചറിനെല്ലാം ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന EMFിനെല്ലാം എന്തുണ്ട്, AC-യുടെ നേച്ചർ ഉണ്ട്. സോ നാച്ചുറലി നമ്മൾ പറഞ്ഞു, വേറൊരു കാര്യം കൂടി പറഞ്ഞു, പോൾ ഷൂസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, സ്റ്റാക്ക് ചെയ്ത് പീസസ് ആയിട്ടാണ് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. സോ അവ തമ്മിലൊരു ഫ്ലോയിങ് കറണ്ട് വരാനുള്ള ചാൻസസും ഉണ്ട്, സർക്കുലേറ്റിംഗ് കറണ്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലാമിനേഷൻ എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ട്. ലാമിനേഷൻ്റെ ജനറൽ തിക്നെസ് എന്ന് പറയുന്നത് 1 to 1.5 mm വരെയാണ് തിക്നെസ് വരുന്നത്. ഈ ഒരു തിക്നെസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ലാമിനേറ്റഡ് ആണെന്നുള്ളതും എഡി കറന്റ് ലോസ് അവോയ്ഡ് ചെയ്യാൻ ആണ് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളതെന്നുള്ളതും ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ദ പോൾസ് എന്നുള്ളതും നമ്മൾ ജനറലി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ മെറ്റീരിയൽ ലാമിനേറ്റഡ് സ്റ്റീൽ അല്ലെങ്കിൽ നമ്മുടെ റോൾഡ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്നു. സോ സ്റ്റീൽ ആണ് മെറ്റീരിയൽ, ലാമിനേറ്റഡ് ആണ് അതിന്റെ ഏരിയ. ഇത്രയും കമ്പോണൻസ് നിങ്ങൾ ഇതിൽ നിന്ന് നോക്കിയിരിക്കാം. ഓക്കെ, നമുക്കിനി ബാക്കിയുള്ളതിനൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കാം. ഈ ക്ലാസ് ഇവിടെ നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, താങ്ക് യു.